ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊല്ലം തേവലക്കരയിൽ ഒരു 80 വയസ്സുള്ള ഒരു അമ്മച്ചിയെ ഹൈസ്കൂൾ അധ്യാപികയായ മരുമകള് തറയിൽ തള്ളിയിട്ട് ഉപദ്രവിക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അത്രയും വിഷമകരമായ ഒരു വാർത്ത പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ഒന്നും പറയാത്തത്. നമ്മൾ ഈ താടക പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ കുട്ടികളുടെ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. എത്രമാത്രം അധപതിച്ചിട്ടായിരിക്കും ഇവൾ ഈ ഒരു പാതകത്തിന് ഒരുങ്ങുന്നത്. ഇത് തന്നെയുമല്ല, ആ വീഡിയോയിൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയതും ഏറ്റവും കൂടുതൽ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയതും ആ പൊടി കൊച്ചുങ്ങളെ കൊണ്ട് 3-4 വയസ്സുള്ള അവളുടെ മക്കളെ കൊണ്ട് ആ അമ്മാമ്മയെ അടിപ്പിക്കുന്നതാണ്. അടിക്കെന്നും പറഞ്ഞിട്ട് ആ ഒരു രംഗം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്കും നാളെ ഇതുപോലെ തന്നെ കിട്ടണം. സംഭവം എന്തായാലും മനസ്സിലായി കാണുമല്ലോ. കൊല്ലത്ത് ഇവളെയൊക്കെ ഏത് രീതിയിലാണ് അധ്യാപിക എന്ന് വിളിക്കേണ്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇവളെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവളെ മോന്ത നോക്കി അടിച്ച് പറ്റിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. വേറെ ഒന്നും ചെയ്യരുത്. അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി വാരി കണ്ണിക്കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയൊരു പാതകങ്ങൾ ചെയ്യുന്നതിന് ആ പൊടി കൊച്ചുങ്ങളെ കൊണ്ടുവരെ തല്ലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്തുമാത്രം മനസ്സിന്റെ ആ വൈകല്യം ഒന്ന് ഓർത്ത് നോക്ക്. ആണുങ്ങളിൽ പലരെയും ഗുണ്ടകളെന്നും അതും ഇതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സ്ത്രീയെ, ഇതുപോലൊരു പേര് ഞാൻ പറയുന്നില്ല, ആ പൊടി കൊച്ചുങ്ങളെ കൊണ്ടുവരെ അവളാരെ വൃത്തികേടുകൾ ചെയ്യിപ്പിച്ചപ്പോഴേ അത്രമാത്രം കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരയായി പോയല്ലോ എന്നുള്ളതാണ്. അതും ആ അമ്മയുടെ വീട്ടിൽ ആ അമ്മയുടെ സ്വത്തുക്കളാണെന്ന് ഓർത്തോണം. ആ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ വേല കാണിക്കുന്നത്. താടകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് പോലും അപമാനമായി പോകും അവളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ. ആ സ്കൂൾ അധികൃതർ ഇടപെട്ട് അവളെ ജോലി തന്നെ തെറിപ്പിച്ച് കളയണം. അത്രമാത്രം ആ വയസ്സായ, അതും ആ അമ്മയുടെ ആ ഒരു കരയുന്നില്ല, ഒരു നിസ്സഹായ സംസാരം കേട്ടപ്പോഴാണ് ശരിക്കും നമുക്കൊരു വിഷമം വരുന്നത്. കുറ്റിക്കടിക്കും, പുറത്തിടിക്കും, കൈ കൊണ്ട് കമ്പിയും കൊണ്ട് അടിക്കും, പിന്നെ കാല് ചവിട്ടും. എന്നെ എൻ്റെ തലമുടിക്ക് പിടിച്ച് ചുറ്റി പിടിച്ചോണ്ട് തള്ളി അങ്ങിടും. ഞാൻ കുണ്ടിയും കുത്തി അങ്ങ് വീണ് എനിക്കിവിടെ നടുവനക്കാൻ വയ്യ. ഏത് ലോകത്താണ്? വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ അമ്മാവിയമ്മമാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് നാളുകളെ കാണത്തുള്ളൂ. ആ കാലത്ത് തന്നെ അവരെ ഇത്രയും സ്വത്തുക്കൾ കൈക്കലാക്കിയിട്ടും അവരോട് ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ പ്രവർത്തികൾ ഇവള് ചെയ്യുമ്പോൾ അവളെ മരുമകളെ നല്ല വിളിക്കേണ്ടുള്ളത്, അവള് സ്ത്രീയേ അല്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ട് ഒരുപാട് കമന്റുകൾ, ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തവനെ പറ്റിയിട്ട് ആ പിന്നെ തെറി വിളിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ കണ്ടു. ഒരുപാട് കമന്റുകൾ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ അത് ഇപ്പോഴെങ്കിലും നാട്ടുകാർ അറിഞ്ഞത്, അല്ലെങ്കിൽ ഈ ലോകം മൊത്തം കണ്ടതങ്ങനെയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ കാര്യങ്ങൾ അറിയത്തില്ല. ഏതാണ്ട് 1 വർഷം കൊണ്ട് ഇങ്ങോട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് 3-4 പ്രാവശ്യം കൊണ്ട് അറിയിച്ചെന്ന് സോൾവ് ചെയ്ത് വീണ്ടും ആ താടകയുടെ അടുത്ത് പറഞ്ഞു വിട്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. ഈ വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഈ ഇനങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു അമ്മാവിയമ്മയെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ മുൻപ് ഒരു തവണ പിന്നെ കമ്പിയും കൊണ്ട് അവരുടെ തലയ്ക്ക് അടിക്കാൻ പോയത് കൈ കൊണ്ട് തടഞ്ഞതിൻ്റെ ആ ഒരു പാട്, മുറിഞ്ഞ പാട് ആ അമ്മ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പോലും വീണ്ടും ഒത്തുതീർപ്പാക്കി ആ വീട്ടിൽ അവളുടെ കൂടെ തന്നെ കൊണ്ടാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ പോലീസുകാരെ ഏറെ അഭിനന്ദിക്കാൻ തോന്നുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ വീഡിയോ എടുത്ത ആളിന്റെ കാര്യം, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരൊരു സ്ത്രീയാണ്. പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ഇവര് വേറെ കഥകൾ ഉണ്ടാക്കത്തില്ലേ? അതുകൊണ്ടായിരിക്കാം ആ വീഡിയോ എടുത്ത ആള് പിടിച്ചു മാറ്റാനൊന്നും ശ്രമിക്കാതെ ആ വീഡിയോ എടുത്ത് 10 പേരെ അറിയിച്ചില്ലേ? അത് സത്യാവസ്ഥ അറിയാതെ കുറേ പേര് ബാഡ് കമന്റ് കൊണ്ട് എല്ലാവരും അത് തന്നെ, ഒരുവിധപ്പെട്ടവരെല്ലാം അതിൽ കമന്റ് ഇട്ടേക്കുന്നത് അങ്ങനെയാണ്. നമ്മളതിന്റെ സത്യാവസ്ഥ അറിയാതെ, അല്ലെങ്കിൽ ഒരു സംഭവം നടന്നാൽ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഇതുപോലൊരു സംഭവം കണ്ടാൽ തന്നെ ഇങ്ങനെ പ്രതികരിച്ച്, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ട് പ്രതികരിക്കാൻ ആളുകൾ മടിക്കുന്ന കാരണം അതാണ്. ഈ 1 വർഷം കൊണ്ട്, എത്രയോ നാളുകൊണ്ടേ ആ അമ്മയെ ഉപദ്രവിക്കുന്നതാണ്. എന്നിട്ടും ആ അമ്മ സഹിച്ച് അവിടെ കഴിഞ്ഞു. ഇപ്പൊ ഈ 1 വർഷം കൊണ്ട് പോലീസുകാർക്ക് അറിയാം. പോലീസുകാർക്ക് അറിഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ വീണ്ടും കൊണ്ടുവന്ന ആ അമ്മ ആ താടകയുടെ മുമ്പിൽ കൊണ്ട് തള്ളി കൊടുത്തു. എന്തുവാണ് ഇതിനൊക്കെ പറയേണ്ടുള്ളത്? ഇവളെയൊക്കെ ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അടിപ്പിക്കണം. ആ അവള് പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ കുട്ടികളെ കൊണ്ട് ഇവളെ അടിപ്പിക്കണം.
അടിച്ചെറിഞ്ഞ് ഓടിക്കണം, അതാണ് വേണ്ടുള്ളത്. അതുപോലെ ആ പൊടി കൊച്ചുങ്ങളെ കൊണ്ട് അവൾ എന്തുമാത്രമൊക്കെ വിവരം ഉണ്ടെന്ന് ഓർത്തോണം. ഇനി നമ്മുടെ പിന്നെ പോലീസുകാരായാലും നമ്മുടെ കോടതിയിൽ ഇത് ചെല്ലുമ്പോഴായാലും ഇനിയിപ്പോൾ തലയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്നുള്ളൊരു പരിഗണന വെച്ചിട്ട് അവളെ അങ്ങ് വെറുതെ വിടും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കത്തില്ല. അത് ഇവർക്കറിയാം. പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ ഒരവസ്ഥ, ആ കുട്ടികളെ കൊണ്ട് തന്നെ അവളെ അടിപ്പിക്കണം. അത്രയും ശരിക്കും പറഞ്ഞാൽ ആ അമ്മ താഴെ വീഴുന്നത് കണ്ടിട്ട് ശരിക്കും ആ വീഡിയോ മൊത്തം കാണാൻ എനിക്ക് പറ്റിയില്ല. അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നിപ്പോയി. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നമ്മളൊരു സ്ത്രീധന കേസ് കണ്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു യുവ ഡോക്ടർ ഇപ്പം ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത് സ്ത്രീധനത്തിന്റെ പേരിലാണ്. അവിടെ മലപ്പുറത്തോ അവിടെ എവിടെയോ ഒരു സ്ത്രീധന മരണം നമ്മൾ കണ്ടതാണ്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു കേടിയാണെന്ന്. അല്ലെങ്കിൽ ഒരു റൗഡിയുടെ എല്ലാ ലുക്കും ഉണ്ട്. ഇത്രയും പിന്നെ ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇവള് കൈവെക്കുകയും അതുപോലെ സ്വന്തം മക്കളെ കൊണ്ട് പിന്നെ സ്വന്തം അച്ഛൻ്റെ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇവള് നാളെ ഇതിലും വലുത് ചെയ്യാൻ മടിക്കത്തില്ല. അതത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും സംഭവം ചെയ്ത ഇവള് നാളെ അതിനും മടിക്കത്തില്ല. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഇട്ട 4 പേര് അറിഞ്ഞത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ അമ്മച്ചിയുടെ ജീവൻ രക്ഷപ്പെട്ടു. അതല്ല ഇതിപ്പോ തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അമ്മയുടെ ജീവൻ തന്നെ നഷ്ടമായി പോയി. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല, ഇതൊരുപാട് നാളുകൊണ്ടേ ഉള്ള പീഡനമാണെന്ന് ആ അമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട്. കുറെ നാളുകൊണ്ടേ എന്നെ ഉപദ്രവിക്കുമായിരുന്നെന്ന് പറയുന്നുണ്ട്. കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. അവള് പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഇവളെ അടിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കല്ലെറിയുക എന്നുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നന്ദി.